ഇപ്പൊ പൊതുവെ ഈ കഴിവുണ്ടായിട്ടും മെയിൻ സ്ട്രീറ്റിലോട്ട് വരാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ഈ തിരിച്ചു വരുന്ന ചിലവർ കുറച്ച് പേരുള്ളൂ. അപ്പൊ ഇത് മെയിൻ റീസൺ ഈ ഹൈറാർക്കി അല്ലെങ്കിൽ നെപ്പോട്ടിസം അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഞാൻ അതിനെ വളരെ വിശകലനമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഒരാൾ എത്ര പേരുണ്ട് നിങ്ങളിപ്പോൾ ഈ നെപ്പോട്ടിസം എന്ന് പറയുന്നതിനകത്ത് എത്ര ആക്ടേഴ്സ് ഉണ്ട്? പിന്നെ ഒരു സിനിമയിൽ എത്ര പേര് വേണം? അപ്പോൾ എന്താണ് ഈ ഇരിക്കുന്നവരാണോ ഈ പറയുന്ന 200 സിനിമയിൽ അഭിനയിക്കണേ? അല്ലല്ലോ. അപ്പോൾ പിന്നെന്താ, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ആ പ്രശ്നം അവിടെ തീർന്നല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, നിങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കുക. അപ്പൊ എന്നാലും പക്ഷേ ഈ കഴിവുണ്ടായിട്ടും മെയിൻ സ്ട്രീമിലോട്ട് മൂവീസ് വരുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറയാം, കഴിവുണ്ടായിട്ടും മെയിൻ സ്ട്രീമിലേക്ക് വരാതിരിക്കുന്നതിന് പല കാരണങ്ങൾ വരാം. അതിലൊന്ന്, അവർക്ക് കഴിവുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എത്ര ഞങ്ങളുടെ അമ്മയിലിരിക്കണ 500 പേരിൽ എത്ര പേരെ അറിയാം? എത്ര പേരെ അറിയാം? അതാണ് അതിൻ്റെ പ്രശ്നം. ഞങ്ങൾക്ക് കഴിവുള്ളവരാണ് അവിടെ ഇരിക്കണവരെല്ലാവരും. അറിയാം, ഈ 500 പേര് നല്ല കഴിവായിട്ട് ഒരിക്കൽ പ്രൂവ് ചെയ്തവരാണ്. ഒരു കാലഘട്ടത്തിൽ ഇവർ പ്രൂവ് ചെയ്തവരാണ്. ഇവർ തകർത്താടിയവരാണ്. നിങ്ങളതെന്താ മനസ്സിലായി? ഞാൻ 80 തൊട്ടുള്ള എനിക്ക് എല്ലാവരും അറിയാം. തകർത്താടിയവരാണ്. നിങ്ങൾക്ക് എത്ര പേരെ അറിയാം? ഓർമ്മയിലില്ല. അതാണ് നിങ്ങളുടെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ തിരിച്ചു വന്നാലോ നിങ്ങൾ സ്വീകരിക്കില്ലേ? അത് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ? ഞാൻ ഉത്തരം പറയാൻ തയ്യാറായിട്ടാണ് നിൽക്കണം. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയണ്ടേ? ഞാൻ അതിന് ബാധ്യസ്ഥനാണ്. യു ഷുഡ് ക്വസ്റ്റ്യൻ മീ, നോ പ്രോബ്ലം. ആ ഓക്കെ, നെപ്പോട്ടിസം ഞാൻ പറഞ്ഞു. അതൊക്കെ ചുമ്മാ വെറുതെ ഞാൻ അതിനകത്തേക്ക് എന്നറിയാമോ, വളരെ ബാലിശമായ ഒരു കാര്യങ്ങളാണ്. കഴിവുള്ളവരെ വന്ന് നിൽക്കുള്ളൂ ഇന്ന് സിനിമയിലേക്ക്. അല്ലെങ്കിൽ അതേ രീതിയിലേക്ക് ഒരുപാട് മഹാന്മാരുടെ മക്കൾ പോയവരുണ്ട്. പിന്നെ നിങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്നും പറയല്ലേ? പിന്നെ അടുത്ത് പറ. ഫീൽ ഗുഡ് മൂവീസ് കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഈ വയലൻസ് മൂവീസിൽ കൂടുന്നുണ്ട്. ഇപ്പത്തെ ജനറേഷൻ അത് സ്വാധീനിക്കുന്നു. പലരും പണ്ട് ദൃശ്യം മൂവി കണ്ടിട്ട് ഓരോന്ന് ക്രൈം ചെയ്യുന്നു, ഇപ്പൊ മാർക്ക് കണ്ടിട്ട് ക്രൈം ചെയ്യുന്നു. അങ്ങനെ കുറെ ന്യൂസുകളും ട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്തും ഈ വയലൻസ് കൂടാൻ സിനിമ ഒരു കാരണമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അത് വളരെ സിമ്പിൾ ആൻസറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സിനിമ സ്വാധീനിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ സ്വാധീനിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ സിനിമ മാത്രമാണോ സ്വാധീനിക്കുന്നത്? അല്ല. ഇപ്പം ഞാൻ സിനിമയിലുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞാൽ, ഇപ്പം 100ാം നാളെന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ തമിഴ്നാട്ടിൽ ഇറങ്ങിയ സമയത്ത് അത് കണ്ടിട്ട് അവൻ്റെ വീട്ടിൽ എല്ലാവരും ഒരു 9 പേരെ കൊല ചെയ്തായിരുന്നു ഒരുത്തൻ. ശരിക്കും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൊളംബിയൻ മാസക്കർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സ്കൂളിലെ ഒരു വെടിവെപ്പിൻ്റെ കഥ. അത് സിനിമ കണ്ടിട്ടുണ്ടായേക്കണ ഇതിന് കുട്ടികൾ പോയി കുമ്മ വെച്ച് എല്ലാത്തിനും കൊന്നു കളഞ്ഞു. ഇതുപോലത്തെ ഭയങ്കരമായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാർക്കോ അല്ലേ, അത് കണ്ടതിന് ശേഷം വന്നിട്ടുള്ളതിനകത്തേക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് ചിലരുടെ മെൻ്റൽ സ്റ്റേറ്റാണത്. നമ്മൾ സിനിമ സ്വാധീനിക്കും ചില സമയത്ത്, ബട്ട് ഫിലിം സ്റ്റഡീസ് ഉണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവും. നമ്മൾ അതിനെ കലാരൂപമായിട്ട് കാണുകയും അതിനകത്ത് ടെക്നോളജിക്ക് മാത്രം കാണുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം അതിന് നമ്മളെ സ്വാധീനിക്കില്ല. ഞാൻ ഈ ദൃശ്യഭാഷ സാക്ഷരത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അംശമാണ്. കാരണം നമ്മളെ എങ്ങനെ വന്നിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മളെ വന്നിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ളതിന് നമ്മൾ അനലിറ്റിക്ക അവൻ എന്തെല്ലാം ടെക്നിക്ക് അതിനകത്ത് യൂസ് ചെയ്തിരിക്കണേ. നമ്മളെ കളറ്, ഫോം, ഷേപ്പ്, ടെക്സ്ചർ, ലൈൻസ്, ഇതെങ്ങനെയാണ് അവൻ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ആ പറയുന്ന എലിമെൻറ്റ്സുകളെ എങ്ങനെയാണ് അവൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ഇതിലൂടെയാണ് നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് ഒരു അനലിറ്റിക്കലായിട്ട് ഞാനിപ്പോൾ കാണുമ്പോൾ ഏത് ഇമേജിനെ കാണുമ്പോഴും ഞാൻ എൻ്റെ ഈ പറയുന്ന ബേസിക് എലിമെൻറ്റ്സ് എങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്, അതിലത് ഏത് രീതിയിലാണ് സ്കെയിലാണ് ഉപയോഗിക്കുന്നത്, ഹാർമണി എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് ഈ പറയുന്ന എലിമെൻറ്റ്സിനെ യൂസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഞാനിതിനെ കാണുള്ളൂ. ഏത് തരത്തിലുള്ള സിനിമകൾ കാണണമെന്നും നമ്മൾ അത് സൊസൈറ്റിക്ക് ഗുണമോ ദോഷമോ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ ഒരു സെൻസർ ബോർഡ് ഉണ്ടാക്കിയേക്കണം അല്ലേ? അത് അവരുടെ ജോലിയാണ്. അവരവരുടെ ജോലി കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞു. അവരതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അവരതിനെ കാണുക. ഇതിനെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾക്ക് വന്നിട്ട് നമ്മളൊരു
പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഈ സിനിമകൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത് വെറും സിനിമയാണെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, എനിക്ക് എന്തോരം വേദന ഉണ്ടായി. പപ്പയുടെ സ്വന്തം അപ്പൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഇത്ര ദുഷ്ടനാണെന്ന് എന്നെ പറ്റി പറയുമ്പോൾ ഒരു അമ്മയുടെ വേദന ഒന്ന് ആലോചിക്കുക. എല്ലാവരുടെ മുമ്പിൽ പേഷ്യൻസിന് മുമ്പ് ഇത്ര ദുഷ്ടനാണ് എന്ന് ആലോചിക്കുമ്പോൾ തൊന്ന് പറ്റ അമ്മയ്ക്ക് എന്ത് തോന്നും? പക്ഷെ ഞാൻ ആയിട്ടാണോ? അല്ല. അത് അത്ര ഇൻഫ്ലുവൻസ് ചെയ്തേക്കണതിന് ഞാൻ മദ്രാസിലെ മോൻ അഭിനയിച്ച എൻ്റെ കല്യാണം വരെ മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഞാനൊരു കൊലപാതകയാണെന്ന് തോന്നിയിട്ടുണ്ടായി. ആൾക്കാരുടെ മുമ്പിൽ റിയൽ സംഭവം നടന്നൊരു സംഭവം ആയിരുന്നല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് എല്ലാവരും അവരുടെ ഫിഗറൊന്നും ആൾക്കറിയില്ല. അന്ന് ഈ TV ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെ മനസ്സിൽ ഞാനാ. എന്നെ പലരും വന്ന് ആ തിരുവല്ലയുള്ള ഇപ്പോഴും മദ്രാസിലെ മോനെ വിളിക്കണേ പഴയ ആൾക്കാർ. നമ്മളെ മദ്രാസിലെ മോൻ എന്നെ അടുത്ത് പറയാറ്. ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ ജർമ്മനിയിൽ ഷൂട്ടിങ്ങിന് പോയപ്പോൾ എയർപോർട്ടിൽ മദ്രാസിലെ പോലെ ഞാൻ മദ്രാസിലെ മോനെ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ഡിസ്കോ ചെയ്യുന്നതിനൊക്കെ വരുന്നതിന് മുമ്പ് മദ്രാസിലെ മോനെ ഞാനൊരു കൊലപാതകിയെ പോലെയാണ് എന്നെ കണ്ടത്. അതിൽ പിന്നെ ഞാൻ ഈ വില്ലൻ റോളിലേക്ക് വരുന്നത് അതുവരെ ഞാൻ ഹീറോ ആയിട്ടാണ് വന്നത്. അത് ഞാൻ പെട്ടെന്ന് പിന്നെ കിട്ടിയ മുഴുവനും വില്ലൻ റോളായി. അവൻ വേറെയായി. ഞങ്ങൾ അതിനെ പോയി പിന്നെ കണ്ടു. ഞങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് മനോരമ പിന്നെ ഒരു പ്രോഗ്രാം ഇട്ടായിരുന്നു. ആ ആഴ്ചപ്പ് സോൾഡ് ഔട്ട് ആയിരുന്നു. ഞാനും മദ്രാസിലെ മോനും കാണുന്നത്. അത് വേറെ വിഷയം. നമ്മളിലേക്ക് വരാം. നിങ്ങൾ ഇനി ചോദിക്കേണ്ട ഇതിനോട് ചോദിക്കുക, ഈ എന്തുകൊണ്ട് ഈ സിനിമ എന്തിനു വേണം, എന്താണ് നിങ്ങളിപ്പോൾ വന്ന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ നിങ്ങൾ ചോദിച്ചോളൂ. എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. ഞാനിപ്പോൾ എടുക്കുന്നത് ശരിക്കും പറയുന്നത് അമ്മയുടെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൗത്യമാണിത്. എൻ്റെ ദൗത്യം അതാണ്. എൻ്റെ ഇപ്പോൾ ആവശ്യം എൻ്റെ സംഘടനയാണ്. ഞങ്ങൾ ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്ത് കാണുന്ന പോലെയല്ല. ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ആൾക്കാർ ചെയ്തു വെച്ചാൽ ഞങ്ങൾക്ക് മരുന്ന് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് വന്നിട്ട് ഞാനൊരു ആക്ടർ എന്ന നിലയിൽ ഞാൻ കാണുന്നത് ഞങ്ങൾ അഭിനയിക്കാൻ വന്നവരാണ്. നമ്മളെ സംബന്ധിച്ചോളം വന്നിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവണം. അതാണ് നമുക്ക് ആവശ്യം. അതിനുണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം എൻ്റെ സഹപ്രവർത്തകർക്ക് ഉണ്ടാവണം. അത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചത്. ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള ലാലുമായിട്ട് ഡിസ്കസ് ചെയ്തു. ലാൽ അതിനകത്ത് എനിക്ക് വന്നിട്ടുള്ളതിനകത്ത് ഗോ ഹെഡ് തന്നതും. ലാൽ ഗോ ഹെഡ് തന്നപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇറങ്ങി പുറപ്പെടും. കാരണം ലാൽ അത്രയും നല്ല ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ എനിക്ക് വന്നിട്ടുള്ള മാഗ്ഡയിൽ നിന്ന് സപ്പോർട്ട് കിട്ടി, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് സപ്പോർട്ട് കിട്ടി, ചേംബറിൽ നിന്ന് എനിക്ക് കിട്ടി, ഫെഫ്കയിൽ നിന്ന് എനിക്ക് കിട്ടി. പിന്നെന്താ എനിക്ക് ഏതാ വേണ്ടേ? എനിക്ക് എല്ലാവരുടെയും രീതിയിലേക്ക് അവരവരുടെ ആവശ്യം വരുമ്പോൾ ഞാൻ അവരോട് പറയുമ്പോൾ എന്തൊക്കെ സഹായം വേണ്ടത്. എനിക്ക് അവർക്ക് പൈസയൊന്നും ആവശ്യമില്ല. നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. ടെക്നിക്കലി ഇപ്പോൾ വന്നുള്ള ഫെഫ്കയൊക്കെ ചെയ്താൽ മതി. ഇതിന് നമുക്കൊരു മോറൽ സപ്പോർട്ട് തന്നാൽ മതി. അവരതിനകത്ത് ഗൈഡൻസ് തന്നാൽ മതി. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവർക്ക് വന്നിട്ട് നമുക്ക് ഗൈഡൻസ് തരാൻ പറ്റും. നമ്മളെക്കാളും നന്നായിട്ട് അറിയാവും സുരേഷ് കുമാറിന് ഇന്നത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, ഇന്ന രീതിയിലേക്ക് ഇതിനൊന്ന് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം, നമുക്കിതിനെ ഒരു പ്രായോഗികമാക്കി കൊണ്ടുവരാൻ പറ്റും. അതിനൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്തതിന് അവർക്ക് നമുക്ക് അഡ്വൈസ് തരാൻ പറ്റും. അവർ അഡ്വൈസ് ബോർഡിലുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് കുമാർ നമ്മൾ മാനസികമായിട്ട് എല്ലാവരെയും കൂടെ ചേർത്ത് വെച്ചു. എന്നാലല്ലേ നമുക്കൊരു ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. ഇപ്പം ഞാനിതൊരു 19 വർഷമായിട്ട് ഇത്തരം പരിപാടികൾ ചെയ്ത് പോകുന്ന ഒരുത്തനാണ്. ഫിലിം ഫെസ്റ്റിവൽസ്, ഓർഗനൈസിങ്, അങ്ങനെ വന്നുള്ള പൊതുപരിപാടികൾ. സിനിമ എനിക്കറിയാവുന്ന ഭാഷ സിനിമയാണ്. ഐ സ്ലീപ്പ് സിനിമ, ഈറ്റ് സിനിമ, ഡ്രിങ്ക് സിനിമ, ബ്രീത്ത് സിനിമ. സോ എനിക്ക് സിനിമയെ അറിയാവും. ഞാൻ സിനിമയിലൂടെ കാണുന്നത്. ഇവിടെ എല്ലാ പരിപാടിയും ഞാൻ ഇന്റീരിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ സിനിമയിലൂടെ പഠിച്ചത്. ഞാൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റിയിലും പോയി എടുത്തിട്ടുണ്ട്, ഭവൻസിനയിൽ. അതും ഞാൻ സിനിമയിലൂടെ എങ്ങനെ നമ്മൾ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ ലഗാനെ കാണിച്ച് എങ്ങനെ ടീം ബിൽഡ് ചെയ്യുക, ചക് ദ ഇന്ത്യയിൽ അന്ന് കാണിച്ച് എങ്ങനെ വന്നിട്ട് ഒരു സാധാരണ ടീമിനെ വിന്നിങ് ടീമാക്കി മാറ്റാൻ സാധിക്കും. ഒരുപാട് സിനിമകളുണ്ട് ഇന്ന്. ശരിക്കും പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് പറയും, ലൈക്ക് എങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സിനിമയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് സിനിമയിലൂടെ നമുക്ക് ഒതുക്കാൻ പറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ലൈക്ക് സ്പേസിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ കാണിച്ചിരുന്ന വന്നിട്ടുള്ള ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സിനിമ. ഞാൻ പറയാം, ഞങ്ങൾ സ്കൂളിൽ കാണിച്ചായിരുന്നു. ശരിക്കും നമുക്ക് വന്നിട്ട് നമ്മൾ ഈ പറയുന്ന പ്രതലങ്ങളെ എല്ലാത്തിനെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയാണ്. ഇൻട്രസ്റ്റെല്ലർ വന്നപ്പോഴല്ലേ എത്ര പേർക്ക് ബ്ലാക്ക് ഹോൾ ഉണ്ടെന്നുള്ളത് മനസ്സിലായത് ഇല്ലേ? അപ്പോൾ സിനിമ നമുക്ക് വന്നിട്ടുള്ളതിനകത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെട്രോപോളിസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്.
ഓക്കെ, ഫ്രിറ്റ്സ് ലാങ്ങിൻ്റെ പടമാണ്. ആക്ച്വലി എന്നിട്ടുള്ള ജർമ്മൻ സിനിമയാണത്. 1925 24 എടുത്തൊരു സിനിമയാണ് ആക്ച്വലി, സൈലൻറ്റ് സിനിമയിൽ വന്ന്. അത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ കാണിച്ചിട്ടുണ്ട്. ഒരു എങ്ങനെ ഒരു മെഷീൻ റോൾ ചെയ്യുന്നത് എല്ലാവരെയും. അപ്പോൾ അത് അന്നേ വന്ന് ഭാവനയിൽ കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങളും അങ്ങനെയാണ്, പറക്കുന്ന സംഭവങ്ങൾ. നമ്മുടെ മിത്തോളജിയിലില്ലേ പുഷ്പവിമാനം വരെ വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ബുക്കിൽ ഇതിനെക്കുറിച്ച് എല്ലാം വിശകലനമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ പറഞ്ഞാൽ ഒരു പുസ്തകം കൂടി എഴുതാൻ പറഞ്ഞാൽ അതിന് കാരണമായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിട്ട് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഐ എം നോട്ട് വെരി ഗുഡ് അറ്റ് വേർഡ്സ്. ഓക്കെ, ഞാൻ ഇമേജിൻ്റെ ആളാണ്. അതിൻ്റെ സബ്ജക്റ്റ് വിഷ്വൽ ലിറ്ററസിയാണ്. അപ്പോൾ AI വന്നപ്പോൾ ഞാൻ എൻ്റെ ലാംഗ്വേജിനെ കറക്റ്റ് ചെയ്യാനായിട്ടും എൻ്റെ ആ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് AI ഉപയോഗിക്കാൻ പറ്റും. സിനിമയിലൂടെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിലും ഫാമിലി സ്റ്റോറീസിലൂടെ നമ്മൾ വന്നിട്ട് നമ്മുടെ ഫാമിലി ബന്ധങ്ങളെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ, അല്ലെങ്കിൽ അതിനകത്തുള്ള അത് ഹ്യൂമറിലൂടെ പറയാനായിട്ട് എങ്ങനെ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിട്ട് കൂലങ്കഷമായിട്ട് ചിന്തിക്കുന്നത്. അത് നമ്മളിലേക്ക് എത്തി നിങ്ങളെല്ലാവരും കൂടി, ഞാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗമാണ്. ഈ ഓൺലൈൻ മീഡിയ നമ്മുടെ ഭാഗമാണ്. നമ്മളെല്ലാം ഇതിലെ അമ്മയില് അവസരമില്ലാത്ത ആളുകളെ കൂടുതൽ അഭിനയിപ്പിക്കുന്നു. ലാൽ സാറും നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്നുണ്ടാവോ അതിലോ? ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം എനിക്ക് അതിൽ കൂടുതൽ പണിയുണ്ട്. അതുകൊണ്ട് ഞാൻ അഭിനയിക്കില്ല. ഇതിൽ ഒരു സീനിലാണെങ്കിൽ ലാൽ സാർ മാർക്കറ്റ് വലുതായാലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞങ്ങൾ ഇപ്പൊ തീരുമാനിച്ചു. ഞാൻ അതിനെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് അതല്ല, മനസ്സിലായോ? നമ്മളതിൻ്റെ ബിസിനസ്സിനെയൊക്കെ ഞങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ അഡ്വൈസറി ബോർഡും ഉണ്ട്. ഫോക്കസ് അതൊക്കെ ലാലിന് നന്നറിയാം. എന്തൊക്കെ ചെയ്യണം, ഇത് ചെയ്യാതെ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ നോക്കും. വന്നിട്ട് ഈ എല്ലാ പടത്തിലും ലാൽ വരാൻ പറ്റൂല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഫിലിം തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. നമ്മൾ സിനിമേനെ ആക്കിയിട്ട് അതിനുശേഷം നമ്മൾ അതിനുള്ള വഴികളെല്ലാം നോക്കും. നമ്മളെ സംബന്ധിച്ചോളം വന്നിട്ട് ഏത് തരത്തിലായാലും ഇത് നമ്മൾ വലിയ ലാഭത്തിനേക്കാളും അല്ലല്ലോ. ഞങ്ങൾക്ക് ലാഭം ആവശ്യമില്ലല്ലോ. ഞങ്ങളിതിനകത്ത് പല രീതിയിലേക്കും സ്പോൺസർഷിപ്പിലൂടെ എല്ലാം വന്നിട്ട് നമ്മളിതിൻ്റെ കോസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ വലിയ രീതിയിലേക്ക് നമുക്ക് വരാനുള്ള എല്ലാത്തിനും നമുക്ക് അവകാശങ്ങളുണ്ട്. നമുക്ക് എത്രത്തോളം വളരാം അത്രത്തോളം നമ്മൾ വളർത്തും. എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വലുതാക്കും. അത്രയാണ്. ഞങ്ങൾ പറ്റുന്ന രീതിയിലേക്ക് വരും. ഇപ്പം ഞങ്ങൾ എല്ലാത്തിനും കൂടി നമ്മൾ വന്നിട്ട് ഫുൾ ഫ്ലെഡ്ജഡാണ്. ഞങ്ങൾക്ക് എത്രത്തോളം വളരാൻ പറ്റുമോ അത്രത്തോളം വളരാൻ പറ്റുന്ന ഒരു മെറ്റമാഫോസിസ് അതിനകത്ത് ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്തിരിക്കുക. അത് എനിക്ക് ഇത്രയും നാളത്തെ പഠനം കൊണ്ട്, ഇത്രയും എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, സിനിമയിലെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ഞാൻ എടുത്ത് പരിചയമുള്ള പല കാര്യങ്ങൾ. ഞാൻ പെട്ടെന്നൊരു ഫീച്ചർ ഫിലിമിലേക്ക് പോയില്ല. കാരണം ഒറ്റയടിക്ക് ഒരു പടത്തിന് അങ്ങേറ്റം വരെ കൊണ്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇറ്റ്സ് ലൈക്ക് ആക്ച്വലി വന്നിട്ട് വൺ ഡേ മാച്ചും നമ്മുടെ ടെസ്റ്റ് മാച്ചും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ശരിക്കും ടെസ്റ്റ് കഴിയണമെങ്കിൽ 3-4 ദിവസം കഴിയണം. ഇത് വൺ ഡേ മാച്ച് കിണറി കഴിയും. അപ്പോൾ ഞാൻ അതിനെ ഓരോന്നിനെ കഴിച്ചിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ തീർത്ത് അടുത്തതിലേക്ക് പോയി എനിക്ക് പോകാൻ ഞാനതിനെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ എടുക്കാൻ പറ്റുന്നത് നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെ ഞാൻ ഇതുവരെ എനിക്ക് സക്സസ് ആക്കാൻ പറ്റും. ഞാൻ നല്ല പ്രീ വർക്ക് ചെയ്യും. ഇപ്പോൾ എന്ത് പരിപാടി, ഇപ്പോൾ നോൺ ആൾക്കാളിക് പരിപാടി ചെയ്യുമ്പോഴും നമ്മൾ അതിനെ നന്നായിട്ട് എനിക്ക് അതിനെ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അത് ഹിറ്റാവും എന്നുള്ളത്, എന്ത് കാരണം കൊണ്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാം, അത് ആരൊക്കെ വേണം, എന്തൊക്കെ ചെയ്താൽ ആ പ്രോഗ്രാം ഹിറ്റാവും, ഇതൊക്കെ നമ്മൾ നല്ല സ്റ്റഡി ചെയ്തിട്ട് ഞാൻ ഇതുവരെ ഉള്ളത് എനിക്ക് സക്സസ് ആണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് ദൈവവിശ്വാസിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അതൊരു പ്രോബ്ലമല്ല. ഇത്രയും എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഇപ്പോൾ സാർ, ഒരുപാട് പേരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും സാറിന് ഇപ്പോൾ പറഞ്ഞ ഒരു സംഘടനയുടെ ഒക്കെ ഒരു നേതൃത്വത്തിലേക്ക് പ്രതീക്ഷിക്കും. ഇപ്പം അമ്മ സംഘടനയുടെ ഒക്കെ നേതൃത്വത്തിലേക്ക് വരാൻ പറ്റും. അത് നല്ലൊരു വിഷയമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു സംഘടനയെ മാത്രം ഞാൻ പ്രതിനിധീകരിച്ചിരുന്നെങ്കിൽ എനിക്കിത് പറ്റുമായിരുന്നോ? അത് പറ്റുമായിരുന്നോ? പറ്റില്ല. പിന്നെ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയാണ് ഞാൻ പ്രതിനിധീകരിച്ചിരുന്നെങ്കിൽ എനിക്കിത് സാധ്യമാകുമായിരുന്നോ? പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ എവിടെ നിന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ചരിത്ര അക്കാദമിയുടെയും ഞാൻ വന്നിട്ടുള്ള മെമ്പറായിരുന്നപ്പോഴും ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഞാൻ ഇവിടെ തനിച്ച് ചെയ്തതാണ്. മനസ്സിലായോ? എപ്പോഴും വന്നിട്ടുള്ളതിനകത്ത് സംഘടനയിൽ വന്നിട്ടുള്ളതിനകത്തേക്ക് നമ്മുടെ വോയിസ് കേൾക്കപ്പെടാനുള്ള ഒരു അവസരം മാത്രം നമുക്കുണ്ടാവണം. അത്രമാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. നമ്മൾ വയ്ക്കുന്ന, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വയ്ക്കുന്ന, അല്ലെങ്കിൽ സംഘടനകൾക്ക് വേണ്ടി വയ്ക്കുന്ന നമ്മുടെ ശബ്ദം അവിടെ കേൾക്കപ്പെടാനൊരു വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. മനസ്സിലായോ?
നമ്മൾ ആരെയും ഭരിക്കാനല്ല നോക്കട്ടെ, നമ്മൾ അതിനകത്തേക്ക് അതൊരിക്കലും വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയമല്ല. നമ്മൾ ഭരിക്കാനായിട്ടല്ല ശ്രമിക്കുക, നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനകത്താണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം വന്നിട്ട് ഞാൻ ഇപ്പോൾ ഇതൊരു റൈറ്റ് ടൈമാണ്. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു ഒഫീഷ്യൽ സംഭവമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയും ചെയ്യാം. എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യത്തിലൂടെ എനിക്ക് വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം തന്നെ വന്നിട്ട് ഞാനൊരു ഒറ്റ സംഘടനയെ മാത്രമായിട്ട് പ്രതികരിക്കാത്തത് കൊണ്ട് എനിക്ക് ഈസിയായിട്ട് സംസാരിക്കാൻ പറ്റി. മനസ്സിലായില്ലേ? എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ പറ്റി. അത് എൻ്റെ ദൈവം തന്ന എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റി, എല്ലാവരും എനിക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയില്ലേ? ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടല്ലേ എനിക്ക് ചെയ്യാൻ പറ്റിയത്. അത് എനിക്ക് സംസാരിക്കാൻ പറ്റിയ ലാലിനെ പോലെ ഒരാൾ എൻ്റെ കൂടെ നിൽക്കണമുണ്ടല്ലേ. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ചെയർമാൻ എനിക്കുണ്ടായതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് അതിനകത്ത് പോകാൻ പറ്റിയേക്കണേ. ഞങ്ങൾക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ, ഞാൻ അക്കാഡമിയിൽ നിന്ന സമയത്താണ് ഞാൻ അതിനെ റിയലൈസ് ചെയ്തത്. ഇപ്പോൾ എപ്പോഴും ഞാനൊരു ചട്ടക്കൂടിൽ നിൽക്കുന്നതിനേക്കാൾ ബൗണ്ടറി ഉണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ശരിക്കും ഞാൻ ഫേസ് ചെയ്തേക്കുന്ന ഒരുപാട് പ്രോബ്ലങ്ങളാണ്. അപ്പം ഞാൻ ചെയ്തു തീർക്കാനുള്ള ഒരു കാര്യത്തിനകത്താണ് ഞാൻ മോഹൻലാലിനടുത്ത് ചെന്ന് ഞാനും ലാലുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്തത്. ഞാൻ എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ള. അപ്പോൾ ലാൽ അതിനെ കംപ്ലീറ്റ് നേതൃത്വം ഏറ്റെടുക്കുകയില്ല. ഈ 10 വർഷത്തോളം ഞങ്ങൾ ഒരുപാട് ഗംഭീര സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. GCCയിലും ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, UAE നാഷണൽ ഡേ നമ്മൾ കേരളത്തിൽ ആഘോഷിച്ചു. അവരത് റെസ്പെക്റ്റ് ചെയ്തു. മനസ്സിലായോ? അന്ന് 100-200ഓളം പേരുടെ വന്നിട്ടുള്ള ബൈക്ക് റാലി നടത്തി. അത് നമ്മൾ ഇവിടെ നടത്തിയ മറ്റേ പാലക്കാടിൻ്റെ അവിടുത്തെ പ്രസ്സിലെ ക്ലബ്ബിൽ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയി. ഞാൻ പൊള്ളാച്ചിയുടെ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് നമ്മൾ മോഹൻലാൽ, സിദ്ദിഖ് ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർ സന്തോഷ് കുരുവിള ഉണ്ടായിരുന്നു, എല്ലാം പങ്കെടുത്തുകൊണ്ട് നമ്മൾ അവിടുത്തെ കുറേ ആൾക്കാർ എല്ലാം വന്ന് നമ്മൾ അവിടെ നിന്നുള്ള UAE എന്നുള്ള നമ്മുടെ പ്രവാസികൾ ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ട് നമ്മൾ UAE നാഷണൽ ഡേ നമ്മളിവിടെ വന്ന് കൊണ്ടാടി 3 ദിവസത്തെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് അവർക്ക് ഭയങ്കര ഇന്ന് നമ്മൾ വില വയ്ക്കുന്ന ഒരു കാര്യത്തിനകത്തേക്ക് അത് വലിയൊരു കാര്യമായിരുന്നു ശരിക്കും. കാരണം അവരുടെ ആദ്യമായിട്ട് അവർ ഇന്ത്യൻ സെലിബ്രേറ്റിംഗ് UAE നാഷണൽ ഡേ എന്ന് പറഞ്ഞാണ് അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ലാലിൻ്റെ പടം വെച്ചിട്ട് അത് വന്നത്. അവിടെ എല്ലാ പത്രത്തിലും വന്ന്, കാരണം ഒഫീഷ്യൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വാം എന്ന് പറയുന്നത് അത് പിന്നെ അവിടെ അങ്ങനെയാണല്ലോ സിസ്റ്റം. അത് നമ്മുടെ ഇവിടുത്തെ PRDയെക്കാളും അവിടുത്തെ PRDക്ക് ഒരു വാല്യൂ ഉണ്ട്. അവർ ഒഫീഷ്യൽ വാം എന്ന് പറയുന്നത് അവരുടെ ഒഫീഷ്യൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ഒരു പത്രക്കുറിപ്പ് ഇട്ടാൽ അത് എല്ലാത്തിലും വരും. അപ്പോൾ എല്ലാ കാജി ടൈംസ് ആയാലും ഗൾഫ് ന്യൂസ് ആയാലും എല്ലാം വന്നിട്ടായിരുന്നു വന്നിട്ടുള്ളത്. നല്ല പേര് കിട്ടി. അവിടുത്തെ എംബസിയിൽ നിന്ന് ആൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എംബസിയുടെ റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു. നമ്മളൊരു പൈസ അവരെയൊന്നും മേടിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ടുള്ള കൗൺസിലേറ്റിൽ നിന്നുള്ള അന്നത്തെ കൗൺസിലർ ജനറൽ വന്നിട്ട് ഇതിന് ആശംസ പറഞ്ഞ് ഇതിൻ്റെ പരിപാടികൾക്ക് വന്ന് കാരണം ഈ പൊള്ളാച്ചി വരെ എത്തുന്ന നമ്മുടെ ആയിട്ടാണ് ചെയ്തത്. അവിടുന്ന് എംബസിയിൽ നിന്ന് നേരെ വന്നായിരുന്നു. കൗൺസിലേറ്റർ അതിന് ആശംസ തന്നായിരുന്നു. വീഡിയോ നമ്മൾ റിലീസ് ചെയ്തു. ഇത് ഷുവറായിട്ട് മമ്മൂക്കയൊക്കെ കൂടെ നിൽക്കുന്ന ആളല്ലേ, ഡെഫിനറ്റായിട്ട്. മമ്മൂക്ക എന്താ പറഞ്ഞാൽ മമ്മൂട്ടി അമ്മയുടെ ഏത് കാര്യത്തിന് എന്നും വന്ന് കൂടെ നിൽക്കുന്ന ഒരാളാണ്. അറിയാവോ? വലിയേട്ടൻ തന്നെയാണ് എല്ലാവരും ഒരു വലിയേട്ടൻ തന്നെയാണ്. അതിനകത്തൊന്നും മമ്മൂട്ടി ഒരു വലിയേട്ടൻ തന്നെയാണ്. മമ്മൂട്ടി ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ചേട്ടനനിയനായിട്ട് ഞങ്ങൾ അഭിനയിച്ചല്ലോ, ജോൺ ജാഫർ ജനാർദ്ദൻ. അതുകൊണ്ട് തന്നെ പുള്ളി എപ്പോഴും ഒരു വലിയേട്ടനെ പോലെ തന്നെയാണ് പെരുമാറാറ്. ഞാനും രതീഷും മമ്മൂട്ടി ഉള്ളപ്പോൾ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് താമസിക്കാൻ ഒരുപാട് സന്ദർഭങ്ങൾ. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ അന്നത്തെ സുഹൃത്തുക്കൾ ഒരു 5-6 പേരുകളൊന്നും സാറിന്റെ പേരായിരുന്നു. കുറച്ച് പേരുകളും അന്നത്തെ തമാശകളൊക്കെ പറഞ്ഞ എപ്പോഴും പറയുന്ന പേരുകൾ. അതെ, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നു. അപ്പം മമ്മൂട്ടി ഞാനും രതീഷും ഉള്ളപ്പോൾ മമ്മൂട്ടി ഞങ്ങൾ ഉപദേശിക്കും വലിയേട്ട പോലെ ഇത് എന്ന് പറഞ്ഞിട്ട് വെച്ചെടുക്കും. ഞാനും രതീഷും വളരെ ഞങ്ങൾ കുറേ ഉഴപ്പന്മാരാണ്. അതിൽ ഏറ്റവും ഉഴപ്പം ഞാനായിരുന്നു. കാരണം ഈ 3 പേരായിട്ട് ബ്രദറായിട്ട് അഭിനയിക്കാം. ജോൺ ജാഫർ ജനാർദ്ദനിൽ മമ്മൂട്ടി വളരെ സീരിയസ് ആയിരുന്നു. അപ്പോൾ കാര്യങ്ങൾ പറയും. കാരണം പുള്ളി ഒരു കുടുംബസ്ഥനാണ്, ഞങ്ങൾ കുടുംബസ്ഥനല്ല. അപ്പോൾ പറയും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഞങ്ങൾക്ക് അങ്ങനെ കുടുംബമൊന്നുമില്ലല്ലോ. നമുക്ക് എന്ത് നോക്കിയാലും മേളമൊക്കെ ആകാശം ഇതിപ്പുറത്ത് കിട്ടിയ ശാസ്ത്ര മാക്സിമം നമ്മൾ ഉപയോഗിക്കുക, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ രതീഷ് നല്ല ഉഴപ്പനായിരുന്നു. പക്ഷേ ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യത്തിനും എത്ര ഉഴപ്പിയാലും ഞാനൊരു ബൗണ്ടറി ലൈൻ വയ്ക്കും. ഞാൻ അത് കവർ ചെയ്ത് പോകാറില്ല. ഞാൻ എല്ലാ തരത്തിലും പോയി പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ കൂട്ടരും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പീപ്പിൾസ് വാർ ഓർഗനൈസേഷൻ്റെ ഒപ്പമുണ്ട്, LTTയുടെ ഒപ്പം ഞാൻ ഇരുന്നിട്ടുള്ള അതിനകത്ത് ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നതും
ഒരു ബോർഡർ ഉണ്ട്. അതെന്താ പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത ഒരു ഫിലോസഫി എന്ന് പറയുന്നത് ഏറ്റവും വലിയ റഫ് ഗെയിം എന്ന് പറഞ്ഞാൽ റഗ്ബിയാണ്. പക്ഷെ റഗ്ബിക്ക് ഒരു റൂളുണ്ട്. ഏത് ഗെയിമിനും അതിനൊരു റൂളുണ്ട്. ഫുട്ബോളിന് റൂളിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ ഭംഗി അതിൻ്റെ റൂളാണ്. ആ റൂളാണ് ഞാൻ എപ്പോഴും. അപ്പോൾ ഞാൻ അത് ക്രോസ് ചെയ്യില്ല. ഞാൻ എപ്പോഴും അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഞാൻ ഇപ്പം മദ്രാസിലെ മോൻ, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ, ഈ മദ്രാസിലെ മോൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു. ഈ കൊലപാതകം ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ റൂമിലുണ്ടായിരുന്നവർ ഈ 3 പേര് മുമ്പ്. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് നിന്നിട്ട് മദ്രാസ് അവിടെയുള്ള ഡ്രൈവിൻ മറ്റേ ഹോട്ടലിൽ അടിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. പക്ഷെ സെർട്ടൻ ലെവല് ഞാൻ പോവില്ല. ആ ലെവലിൽ എനിക്ക് നൃത്തം അറിയാം. അത് കഴിഞ്ഞ് അവർ അത് ക്രോസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇവിടുന്ന് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അവർ അവിടെ നിന്ന് വിട്ട് എൻ്റെ സ്ഥലത്തുനിന്ന് മാറിയാണ്ടി വന്നു. അവർ പോയി പുറത്ത് താമസിക്കുകയും 4-ാം മാസം അവർ കൊലപാതകയും അതുകൊണ്ട് ഞാൻ ചെയ്യാനും വന്നു. ആലോചിച്ച് ചോദിക്കാൻ നിങ്ങൾ, എനിക്കറിയാതെ എവിടെ നിർത്തേണ്ടത്. അവരുടെ വഴിക്ക് ഞാൻ പോവില്ല. അവരുടെ ലൈൻ എവിടെ. നമ്മൾ ബഹളവും തമാശയും മറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷനിൽ നമുക്കറിയണം നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത്. ഞാൻ ചില കാര്യങ്ങൾ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ജനിച്ച എൻ്റെ വീടിനോട് എനിക്ക് കടപ്പാടുണ്ടാവണം. ഞാൻ അവരുടെ പേരുകൾ ചീത്തയാക്കാതിരിക്കാൻ ഞാൻ നോക്കുക. ഞാൻ ഒരുപാട് സ്കൂൾ മാറിയിട്ടുണ്ട് പ്രശ്നക്കാരനായിട്ട്. ഒരുപക്ഷെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് വന്നു. പക്ഷെ ഞാനൊരു ക്രിമിനലായി പോയില്ല. ചെറിയ ചെറിയ വഴക്കുകളും മടികളും കുത്തുകളും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിയത്. ഞങ്ങളുടെ സ്കൂൾ കോളേജ് സമരത്തിനകത്തേക്ക് ഞാൻ ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് 16ഓളം ഞങ്ങളുടെ പേരിലേക്ക് കേസുകളുണ്ടായിരുന്നു. അപ്പോൾ കോടതി പോയപ്പോൾ അയാൾ ന്യായത്തിലുള്ള പേര് വിളിച്ചിട്ടുണ്ട്, നീ അവിടെ ഒരു വീടുണ്ടാക്കി താമസിക്കരുത്. കാരണം ഓരോ കേസ് കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കും. 1, 2, 3 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ. അപ്പോൾ അത് ഈ സമരത്തിൻ്റെ പ്രശ്നങ്ങളാണ്. സമരത്തിൻ്റെ ഇതിലാണ് ഞാൻ പെട്ടേക്കണം. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പക്ഷേ ഞാൻ ഒരു ഹാർഡ് കോർ ക്രിമിനലായില്ലല്ലോ. ഞാനൊരു ഹാർഡ് കോർ പ്രശ്നങ്ങളിൽ പോയിട്ടില്ലല്ലോ. ഞാൻ എല്ലാത്തിലും ഞാൻ പോയി പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എൻ്റേതായ ജീവിതത്തിനകത്ത് എനിക്കൊരു ഫിലോസഫി ഉണ്ട്. ഞാൻ ഒരു ബോർഡറുണ്ട്. ആ ബോർഡർ ഞാൻ കവർ ചെയ്യില്ല. അത് എനിക്കറിയാം. ഞാൻ എവിടെ നിൽക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. ഞാൻ ഈ സൊസൈറ്റീനെ വില വയ്ക്കുന്നുണ്ട്. ഞാൻ സൊസൈറ്റീനെ മാനിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാനുള്ള കടപ്പാടുകളെ കുറിച്ചിട്ട് എനിക്കറിയാം. എൻ്റെ റെസ്പോൺസിബിലിറ്റി അറിയാം. ഞാൻ ഇന്നും ഏത് കാലത്തും നിന്ന് തുടങ്ങിയാൽ ഇപ്പോൾ 19 വർഷമായില്ലേ. 2005 ഞാൻ വന്നിട്ട് മറ്റുള്ള സിനിമകളും മറ്റുള്ളവരുടെ സിനിമ കാണിപ്പിക്കാനുമുള്ള ഞാൻ എൻ്റെ ദൗത്യം തുടങ്ങിയത്. ഇത് 19 വർഷമായി. 2005 19 വർഷമായി. അപ്പോൾ ഈ 19 വർഷവും എനിക്ക് അതിനകത്ത് ഞാൻ കൂടുതൽ വന്നിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇവിടെ മക്ബൽ ബഫിനെ ഞാൻ കൊണ്ടുവന്നു. ഞാൻ മക്ബൽ ബഫിന് എന്തുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഫെസ്റ്റിവൽ വെച്ചപ്പോൾ എന്നോട് മക്ബൽ ബഫ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അറിയാമോ? എന്തിനാ എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെക്കാരും കൂടുതലാരാ. സിനിമയ്ക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് കുടുംബത്തിനെ അയാൾ വിടേണ്ടി വരികയാണ്. അയാൾ എക്സൈൽ പോവുകയാണ്. അയാളുടെ ഐഡിയോളജി സിനിമ എടുത്തുകൊണ്ട് ഇറാനിൽ നിന്ന് അയാൾ മാറേണ്ടി വരികയാണ്. അയാൾ ഖുമൈനിയെ വണങ്ങിയിരുന്നെങ്കിൽ അയാൾക്ക് അവിടെ നിൽക്കാം. അയാളുടെ പേരിൽ ഫത്ത എന്താ അതിന് പറയുന്നത്, മറ്റേ ഇത് വിധിക്കില്ല, മറ്റേ എതിരായിട്ട് മറ്റേ ഇതിനകത്ത് വന്നാൽ അങ്ങനെ അയാളുടെ പേരിൽ വന്നിട്ടുള്ളത് ഷൂട്ട് ചെയ്യും. ഇപ്പോൾ ഇറാൻ്റെ മുകളിൽ അയാൾ ഉള്ള ഈ വിമാനം ഉണ്ടെങ്കിൽ തന്നെ താഴെ ഇറക്കി അയാളെ അറസ്റ്റ് ചെയ്യും. കാരണം അയാളുടെ പേരിൽ അങ്ങനെ ഒരു ഇത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സൽമാൻ റഷീദിക്കൊക്കെ ഇട്ടുള്ള ഒരു ഇതില്ല അതിന്. ഓക്കെ. അപ്പോൾ പുള്ളിയെ ഞാൻ വിളിച്ച അയാളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ചത്. അതേ സമയത്ത് അയാളുടെ അമ്മയും അയാളുടെ സിസ്റ്ററിനെ ഭർത്താവിനൊന്നും അയാൾ കണ്ടിട്ടില്ല. കാരണം ഇവർ എക്സൈല. കുറേ നാളായി ഇയാളുടെ അമ്മ വന്നിട്ട് തൻ്റെ പേരക്കുട്ടികളെ കണ്ടിട്ട്. അപ്പോൾ ഇറാനിൽ നിന്ന് അമ്മ, അയാളുടെ സിസ്റ്റർ ഹസ്ബൻഡ്, അവരുടെ കുട്ടികൾ എല്ലാവരും ഇറാനിൽ നിന്ന് വന്നു. ഇയാൾ, അദ്ദേഹത്തിൻ്റെ വൈഫ്, 2 പെൺമക്കളും ലാസ്റ്റ് മകനും അവർ വന്ന് ലണ്ടനിൽ നിന്നും പല സ്ഥലത്തു നിന്നകത്ത് വന്നു. അവരെല്ലാം പല രാജ്യങ്ങളിലാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ എക്സൈലാണ്. അവരെല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് ഈ സ്റ്റേജിലാണ് അവരുടെ കുടുംബ സംഗമം ഉണ്ടായത്. വാട്ട് എൽസ് എൻ്റെ ഒരു ഫെസ്റ്റിവലിൽ ചെയ്യാൻ പറ്റും? സിനിമയ്ക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിന് മുഴുവൻ ത്യജിച്ച ഒരാളെ ഞാൻ പറഞ്ഞു, വാട്ട് എൽസ് ആയിക്കാണ്ടു എന്ന് പറഞ്ഞു. അയാളുടെ അമ്മ എന്നെ കൈ പിടിച്ചു, മോനെ നിനക്ക് ഞാൻ അത്രയ്ക്ക് എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയാം. കാരണം ഒരു 10 ദിവസം അവർ തൻ്റെ പേരക്കുട്ടികളുടെ ഒപ്പം അവരെല്ലാം ഒരുമിച്ച് നിന്നിട്ട് ഈ 10 ദിവസം അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ അവർ ഒരുമിച്ച് നിന്നു. അവർ ചിലവ് അവരാണ് എടുത്തത്, ഇറാനിൽ നിന്ന് വന്നത്. മറ്റിവർ മാത്രമേ നമ്മുടെ ഗസ്റ്റുള്ളൂ. പക്ഷെ അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു, ഇവരെ ഒരുമിച്ച് കൂടൽ.
കാരണം അതിൽ കൂടുതൽ കാരണം ഞാൻ മക്ബൽ ബഫിൻ്റെ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട് അതിനെ വളർത്തി അതിനെ നിൽക്കാൻ നേരത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ മാത്രമല്ല അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അപ്പം ഞാൻ അതാ ചെയ്തത്. ഞാൻ ആദ്യത്തെ ഫെസ്റ്റിവൽ ഞാൻ ഫെസ്റ്റിവൽ ഡയറക്ടർ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കടപ്പാടുകളെ ഞാൻ നോക്കാനുള്ളൂ, എൻ്റെ റെസ്പോൺസിബിലിറ്റിയെ ഞാൻ നോക്കണം. നമുക്ക് ഓരോ മനുഷ്യനും അതുണ്ട്. എന്നെ ഒരുപക്ഷെ ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോ ഇത്ര നേരം നമ്മളൊപ്പം ടൈം സ്പെൻഡ് ചെയ്തു, ഈ പുതിയ പ്രൊജക്റ്റിനെ പറ്റി കുറെ ഡിസ്കസ് ഒക്കെ ചെയ്തു. അപ്പൊ അത് വലിയ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നിങ്ങൾ എല്ലാവരും കൂടെ കൂടെ. നിങ്ങൾ മാത്രമല്ല ഇതിലെ പ്രേക്ഷകർ കൂടെ ഉണ്ടാണ്. ഞാൻ ഇതിനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. ഞാൻ അതിനകത്ത് ഭയങ്കര തികച്ചും ബോധവാനാണ്. അപ്പോൾ ദയവ് ഇത് നിങ്ങളെല്ലാവരും ഇതിൽ കാണുന്നവരും എല്ലാവരും നമ്മൾ ഇങ്ങനെ ഒരു സാധനത്തിനെ വിജയിപ്പിക്കുക. ഒരു ഫാമിലി സ്റ്റോറീസ് ഇവിടെ ഉണ്ടാവാൻ പറ്റണം. നല്ല ഫാമിലി സ്റ്റോറീസ് നമുക്ക് കാണാൻ പറ്റണം. അതിന് നമ്മൾ വന്നിട്ടുള്ള തയ്യാറാണ്. അതിന് പറ്റിയ അഭിനേതാക്കൾ ഞങ്ങളുടെ അമ്മയിലുണ്ട്. എക്സലൻ്റ് ആക്ടേഴ്സ് ഉണ്ട്. അതിനെ എടുക്കാൻ പറ്റിയ ഡയറക്ടേഴ്സിനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുണ്ടാക്കുന്ന ഒരു നല്ല സിനിമകളെ നമുക്ക് നല്ല രീതിയിലേക്ക് ഒരുമിച്ചുകൊണ്ട് നമുക്കിത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുകയും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്ത് പ്രയത്നിക്കുമ്പോൾ ഈ പ്രയത്നത്തിൻ്റെ പുറകിൽ നിങ്ങൾ ഓൺലൈൻ മീഡിയാസും അതേപോലെ തന്നെ പ്രേക്ഷകരും എല്ലാവരും നമുക്ക് ഒരുമിച്ചിട്ട് ഒരു നല്ല നാളേക്ക് നമ്മളിതൊരു പ്രസംഗമായിട്ട് നടക്കുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. കാരണം സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കൂടുക സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മലയാള സിനിമകൾ ഈ ലോകം മുഴുവൻ എത്തപ്പെട്ട സിനിമകളാണ്. എല്ലാവരും അതിനെ ആകർഷിക്കുന്നുണ്ട്. നമ്മളെ റെസ്പെക്റ്റോടു കൂടിയാണ് കാണുന്നത്. നമ്മൾ മലയാള സിനിമയ്ക്ക് അത്രയധികം റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പുറമെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു ഇതുപോലത്തെ സിനിമകളൊക്കെ മലയാള സിനിമ ഇപ്പോൾ മഞ്ജുമൽ ബോയ്സെ കണ്ടിട്ട് ഉമ്മ ഞെട്ടിയിട്ടുണ്ട്. ശരിക്കും പ്രേമലി ഇത്രയും കോടി രൂപയ്ക്കൊക്കെ ഈ KGF പോലെ അല്ലാതെ ഒരു ചെറിയ സിനിമയിലൂടെ ഇത്രയും വരെ എടുക്കാൻ പറ്റിയ ഒരു സിനിമകൾ പ്രദാനം ചെയ്തേക്കണ ഒരു ഇൻഡസ്ട്രിയാണിത്. നമ്മൾ ഇവിടെയൊക്കെ എന്താ പറഞ്ഞാലുണ്ടല്ലോ ചെറിയൊരു വിഷയത്തിനെ നമ്മൾ പെരുപ്പിച്ച് കാണിച്ചിട്ട് നമ്മളിവിടെ മൊത്തം തമ്മിതല്ല എന്ന് പുറത്ത് കാണിക്കുകയല്ല ഇവിടെ. ഇതൊരു ഇങ്ങനെ ഒരു ഒരുമയിലൂടെ മലയാള സിനിമയ്ക്ക് സാധിക്കും. ഒരു ആൾക്കാർക്ക് ഒരു അമ്മയിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എല്ലാ സിനിമാ സംഘടനകളും ഒരുമിച്ച് ഇത് ഇന്നൊന്നും പുതിയതല്ല. അമ്മ വന്നിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതുമയൊന്നുമല്ല. നമ്മൾ ഒരുമിച്ചിട്ടുണ്ട്. മലയാളിക്ക് അവർ ഒരുമിക്കാൻ അറിയാം. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലേ? നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ചെയ്തിട്ടില്ലേ? നമ്മൾ വയനാട് ചെയ്തിട്ടില്ലേ? നമ്മളെല്ലാം ചെയ്യാൻ തയ്യാറുള്ള ഒരു മനസ്സുള്ളവരാണ്. നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് നമ്മൾ ഇത്തരം ഒരു പ്രയത്നത്തെ ഒരു കൂട്ടായ്മയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയാൽ ഇത് മറ്റ് ഇൻഡസ്ട്രിക്ക് ഇതൊരു പാടാവും. നമ്മളെ ബഹുമാനിക്കാൻ അതൊരു ആവശ്യമാണ്. അപ്പോൾ അത് നിങ്ങളിൽ എല്ലാവർക്കും എല്ലാവർക്കും അതിനൊരു കടമയുണ്ട്. ഞാനൊന്നും ഒറ്റയ്ക്ക് ഇപ്പോൾ ലാലുണ്ട് എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. മോഹൻലാലിന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം തന്നെയാണ്. മോഹൻലാലിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ഞാനിതിൻ്റെ അകത്തേക്ക് ഒരു ജോലിക്കാരനാണ്. ഇത് നടത്തുക എന്നുള്ളതിൻ്റെ മാത്രമാണ് എൻ്റെ ജോലി. ഇത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു കാറ്റലിസ്റ്റിനെ പോലെ ഞാനിത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ കാണുന്ന മോഹൻലാലും ഞാനും കാണുന്ന സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രിയുടെ കൂട്ടായ്മ ഉണ്ടാവുക ഈ പറയുന്ന സ്ഥലത്തേക്ക് ആക്ച്വലി വന്നിട്ട് ഒരു കൂളിംഗ് എഫക്റ്റുമാണ്. അതേപോലെ ഞങ്ങളുടെ ഒരുപാട് മെമ്പേഴ്സിന് വന്നിട്ട് ഇത് ഗുണമാവും. അവരെ ഞങ്ങൾ പുതിയ ഓർമ്മയിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റുകയാണ്. അവരെ ഓർമ്മയിലേക്ക് എത്തിക്കുകയാണ്. തിരിച്ചും അവരെ കഴിവുകളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് സാധ്യമാവും. ഇത് ഒരൊറ്റ സിനിമ മാത്രമല്ല, നമ്മൾ ഇതിലൂടെ വരാൻ നേരത്ത് ഒരുപാട് പേർക്ക് ചാൻസ് കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഒരുപാട് പേരെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരെ നമുക്ക് ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് നിരന്തരം നമ്മൾ സിനിമ എടുക്കാൻ നമ്മളിൽ ഒരു പ്രോജക്റ്റ് ഒരു ബാക്കപ്പ് ഓഫീസും എക്യുപ്മെൻസും ഉണ്ട്. അതിന് തയ്യാറെടുക്കാനുള്ള പലരും നമ്മുടെ കൂടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. പല പ്രൊഡ്യൂസേഴ്സും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ പടം വന്നിട്ടൊന്ന് കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഭാഗത്തിൻ്റെ ഭാഗമാവാൻ തയ്യാറാണ്. കാരണം അവർ സേഫ് ആവുകയാണ്. അവർക്കതാണ് സേഫ് ആവാൻ വേണ്ടിയാണ് അവരെടുക്കുന്നത്. അല്ലാതെ അവർക്ക് വലിയ ബിഗ് ബഡ്ജറ്റ് എടുക്കണമെങ്കിലും ഉള്ള ആൾക്കാരല്ല എല്ലാവരും. അതാണ് അവർ പറയണത്. ഞങ്ങളെ കൊണ്ട് അത്രയും വലിയൊരു സിനിമ എടുക്കാനായിട്ട് എല്ലാവരും കൊണ്ട് 100 കോടി രൂപയുടെ സിനിമ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ചെറിയ സിനിമ പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്ക് സിനിമ പ്രൊഡ്യൂസറാണ്, ഞങ്ങൾ ഇതുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ സിനിമകൾ എടുക്കാനും താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പേഴ്സണലായിട്ട് നമുക്കറിയാമല്ലോ എല്ലാവരെയും. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇതിനൊരു മൂവ്മെൻ്റ് ആക്കി മാറ്റണം. ഈ മൂവ്മെൻറ്റ് വിജയിപ്പിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങളെപ്പോലുള്ളവർ നമ്മളോട് നിന്നാൽ മാത്രമേ നമുക്കത് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ആക്ച്വലി.
ഇതിൻ്റെ നല്ല നന്മയെ മാത്രം കാണുക, ഇതിൻ്റെ നല്ല ഭാഗം മാത്രം നിങ്ങൾ കാണുക. നമ്മളിൽ ഉണ്ടാകുന്ന പോരായ്മകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അത് എന്നിൽ നിന്ന് എന്ത് തെറ്റുണ്ടായാലും ഞാൻ തിരുത്താൻ തയ്യാറാണ്. കാരണം തെറ്റ് തിരുത്തി പോകുന്നതാണ് നമുക്കെപ്പോഴും ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്.